ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹം നിറഞ്ഞ ഒരു ഈസ്റ്റർ ആശംസകളോട് സുവിശേഷം സകലർക്കും എന്ന ഈ വചനപംക്തിയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ഈസ്റ്റർ കൂടി ആഘോഷിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ഇന്ന് വചനപംക്തിയിൽ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വചനം നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈസ്റ്ററിനെ കുറിച്ചും അതിന് മുൻപ് കടന്നു വന്ന നമ്മുടെ ഉപവാസത്തെക്കുറിച്ചുമാണ്. നമ്മൾക്ക് ദൈവവചനം പഠിക്കുമ്പോൾ 40 ദിവസം യേശു ഉപവസിച്ചു പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ കാണുന്നു. എന്തിനായിരുന്നു ഈ ഉപവാസം? ഉപവാസം എന്ന് വെച്ചാൽ എന്താണ്? ഉപവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നത്? നമ്മൾക്ക് ആത്മീയമായ ഒരു ബലം കിട്ടുവാനാണ്. പലപ്പോഴും നമ്മൾക്ക് ആത്മീയ ബലമില്ലാത്തവരാണ്. നമ്മൾ നൊയമ്പ് നോൽക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കുറച്ചു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക നല്ലതാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെയും ഈ കാലങ്ങളിൽ വെടിഞ്ഞുകൊണ്ട് ദൈവത്തിനായിട്ട് ദൈവവചനം ചിന്തിച്ചുകൊണ്ട് ദൈവീക കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. അതായിരിക്കണം. എങ്കിലേ നമുക്ക് ദൈവത്തോടു കൂടി കൂടുതൽ അടുക്കുവാൻ കഴിയുകയുള്ളൂ. അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശാരീരിക അഭിലാഷങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ദൈവിക അഭിലാഷങ്ങളെ വിജയിപ്പിക്കുവാൻ നമ്മൾ ആ നിശ്ചിത കാലയളവ് നമ്മൾ പരിശീലിക്കുക. യേശുവും 40 ദിവസം ആത്മാവിൽ ബലപ്പെടാൻ, വരുന്ന പീഡാനുഭവങ്ങളെ നേരിടാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നമുക്കും നമ്മുടെ ഈ കുറഞ്ഞ കാലയളവിലുള്ള ജീവിതത്തിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മൾക്ക് നേരിടുന്ന പീഡകളെയും ലോകത്തിൽ വരുന്ന പ്രയാസങ്ങളെയും ആത്മീയമായി നേരിടുവാൻ നമ്മൾക്ക് സാധിക്കും. യേശു 40 ദിവസം ഉപവസിച്ചതിന് ശേഷം മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ടു. സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ ഇടയായി. സാത്താൻ്റെ ആദ്യത്തെ ചോദ്യം നമ്മൾക്കറിയാം. വിശന്നു നിന്ന യേശുവിന് ചോദിക്കുന്നു, ഈ കല്ലുകളോട് അപ്പമാകുവാൻ പറയുക. യേശു പറയുന്നു, മറുപടി കൊടുക്കുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ടുമാണ് ജീവിക്കുന്നത്. ശാരീരികമായി പുഷ്ടിപ്പെടുവാൻ നമ്മൾ ആഹാരം കഴിക്കുന്നുവെങ്കിൽ ആത്മീയമായിട്ട് പുഷ്ടിപ്പെടുവാൻ ദൈവവചനം കഴിക്കണം എന്ന് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് യേശുവിനോട് സാത്താൻ പരീക്ഷിക്കുവാൻ ചോദിക്കുന്നു, ഈ ലോകസുഖങ്ങളൊക്കെയും കാണിച്ചുകൊണ്ട് പറയുന്നു, എന്നെ ഒന്ന് ആരാധിച്ചാൽ മതി, ഇതെല്ലാം നിനക്ക് ഞാൻ നൽകാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സാത്താനായാലും ദൈവമായാലും ആരായിരുന്നാലും ആരാധന ഇഷ്ടപ്പെടുന്നവരാണല്ല. ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു, ദൈവത്തെ ആരാധിക്കണം. പലപ്പോഴും നമ്മൾക്ക് ലോകസുഖങ്ങൾ കാട്ടിക്കൊണ്ട് നമ്മളോട് പറയും, ഒരു തരത്തിൽ പറഞ്ഞാൽ നിനക്ക് നല്ല ജോലി മേടിച്ചു തരാം,
നിനക്ക് നല്ല സ്ഥലം തരാം, ഭൗതികമായ നന്മകൾ തരാം, നീ ഞങ്ങളുടെ കൂടെ പോര്, അല്ലെ ഞങ്ങളുടെ കൂട്ടത്തിൽ പോര്, ഞങ്ങളുടെ സമൂഹത്തിൽ പോര്. ദൈവം പറയുന്നു, ഈ ലോകസുഖങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തെ മറന്നു പോകരുത്. മനുഷ്യന് തരാൻ പറ്റാത്ത എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ദൈവത്തിന് നൽകാൻ കഴിയും. നീ ഇരിക്കുന്ന ഇടത്ത്, നീ വിളിക്കുന്നിടത്ത് ദൈവം വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആരുടെയും പ്രലോഭനങ്ങൾ, ലോകമോഹങ്ങൾ കാട്ടിക്കൊണ്ടുള്ള പ്രകടനത്തിന് മുന്നിൽ നമ്മൾ ചാഞ്ചാടി പോകരുത് എന്ന് ദൈവവചനം ഉറപ്പിക്കുന്നു. ദൈവത്തെ ആരാധിച്ച് ദൈവവചനം ഭക്ഷിച്ച് നമ്മൾ ശക്തരായി തീരണം. മൂന്നാമതായിട്ട് സാത്താൻ ദൈവത്തോടെ പറയുന്നു, ദേവാലയ ഗോപുരത്തിൽ മുകളിൽ കൊണ്ടു നിർത്തിക്കൊണ്ട് പറയുന്നു, നീ താഴേക്ക് ചാടുക. ഇതിൻ്റെ അർത്ഥം എന്നാണ്? സാത്താൻ പറയുന്നു, ഒന്ന് അനുസരിച്ചാൽ മതി, എന്നെ ഒന്ന് അനുസരിച്ചാൽ മതി, ദൈവദൂതന്മാർ നിന്നെ കാത്തുകൊള്ളും എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ദൈവവചനം. പക്ഷേ യേശു സാത്താന് കൊടുക്കുന്ന മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. ദൈവത്തെ ആരാധിക്കുന്നവരെ ദുഷ്ടശക്തികൾ അനുസരിപ്പിക്കുവാൻ വേണ്ടി നടക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് യേശു പറയുന്നു, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്, സാത്താനെ നീ എൻ്റെ മുന്നിൽ നിന്ന് കടന്നുപോകും. ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു, ഒരു നിശ്ചിത കാലത്തേക്ക് സാത്താൻ യേശുവിനെ വിട്ടുപോയി. നമ്മുടെ ജീവിതത്തിലും ഈ ദൈവവചനം ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം വായിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, ജ്ഞാനമുള്ളവരായി തീർന്നാൽ, ഈ ലോകസുഖങ്ങളുടെ പിറകെ നമ്മൾ പോവുകയില്ല. സാത്താനെ അനുസരിക്കുവാൻ നമ്മൾ പോവുകയില്ല. പലപ്പോഴും ദൈവവചനം എന്താണെന്ന് അറിയാത്തവരാണ് ബഹുഭൂരിപക്ഷവും. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്, പക്ഷേ ഇതിൻ്റെ ആത്മീയാർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കാത്തവരാണെന്നാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. വിത്തുകളുടെ ഉപമ നമ്മൾക്കറിയാം, അത് ഞാൻ പ്രത്യേകം പറയുന്നില്ല. നല്ല നിലത്ത് വീണ വിത്താണെങ്കിലേ ഈ ദൈവവചന സാത്താൻ്റെ മുന്നിൽ ജയിക്കുവാൻ കഴിയത്തുള്ളൂ. അതിനായിട്ട് നമ്മൾ ദൈവവചനം പഠിക്കണം, പ്രാർത്ഥിക്കണം, അനുഗ്രഹീതരായി തീരണം. വീണ്ടും അപ്പോൾ ഈ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച യേശുവിന് സാത്താൻ്റെ മുന്നിൽ ജയിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നമ്മൾക്കും ദൈവവചനം പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ വരുന്ന സാത്താൻ്റെ പ്രതിബന്ധങ്ങളെ നേരിടുവാൻ കഴിയും. ആത്മീയമായിട്ട് ജയിക്കുവാൻ കഴിയും. യേശു ആത്മീയമായിട്ട് 40 ദിവസം കഴിഞ്ഞപ്പോൾ സാത്താൻ്റെ മുന്നിൽ ജയിച്ചു കഴിഞ്ഞു. പിന്നെയും ചെയ്യുന്നത് മാനസികമായി പീഡിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് യേശുവിന് രണ്ടാമത്തെ പരീക്ഷയായിട്ട് വരുന്നത് മാനസികമായ പീഡനമാണ്. എന്താണ് മാനസികമായ പീഡനം? തളർത്തിക്കളയുക. നീ യഹൂദരുടെ രാജാവാണോ? ലോകത്തെ സീസറിന് നികുതി കൊടുക്കുന്നില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പല കുറ്റങ്ങൾ ചുമത്തി അവനെ മാനസികമായി പീഡിപ്പിക്കുന്നു.
അതിലും അവിടെ ജയിക്കുന്നത് ദൈവജനം, ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. പിതാവിൻ്റെ സ്നേഹം യേശുവിന് കൂടെയുണ്ടായിരുന്നു. തക്ക മറുപടി കൊടുക്കുവാൻ പീലാത്തോസിൻ്റെ അരമനയിലും ഹെറോദീസിൻ്റെ അരമനയിലും കയ്യപ്പാസിൻ്റെ മാളികയിലും നിന്നുകൊണ്ട് അധികമൊന്നും സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നത് വ്യക്തമായി, സത്യമായി അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് മാനസികമായി പീഡിപ്പിച്ച് തളർത്താൻ ശ്രമിച്ചവരുടെ മുന്നിൽ പീലാത്തോസ് പോലും പറയുന്നു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. ഹെറോദേസ് പറയുന്നു, പിന്നെയും പീലാത്തോസിൻ്റെ അരമനയിലേക്ക് തിരിച്ചയക്കുന്നതിൻ്റെ കാരണം അവനിൽ ഒരു കുറ്റവും കണ്ടില്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഹെറോദേസ് അവനിൽ നിന്ന് ഒരു അത്ഭുതം കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. യേശുവിനെ അറിഞ്ഞിരുന്നു, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കേട്ടിരുന്നു. അതുകൊണ്ടായിരിക്കണം ഹെറോദേസ് പീലാത്തോസിൻ്റെ അരമനയിലേക്ക് തിരിച്ചയച്ചത്. ഈ രക്തത്തിൽ പങ്കുചേരുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവനെ ക്രൂശിക്കുക എന്ന ജനങ്ങൾ ആർത്തപ്പോൾ അവർക്ക് അത് ചെയ്യേണ്ടി വന്നു. പലപ്പോഴും ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നവരാണ്. ലോകത്തെ മുറിപ്പെടുത്തുവാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. ലോകത്തിനു വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നവരാണ്. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കണം. മൂന്നാമതായിട്ട് യേശുവിന് ശാരീരികമായ ജയിക്കേണ്ടി വന്നു. പീലാത്തോസിൻ്റെ അരമനയിൽ നിന്നും തുടങ്ങിയ ക്രൂശ് എടുത്തുകൊണ്ടുള്ള യാത്ര ഗോകുൽത്ത വരെ നമ്മൾക്കറിയാം. ചാട്ടവാറി അടിയേറ്റു, കുന്തം കൊണ്ട് കുത്തി, അവനെ തുപ്പി പരിഹാസവാക്കുകൾ പറഞ്ഞു. അവിടേക്ക് നമ്മൾ ചിന്തിക്കേണ്ടത് യേശുവിനെ, ദൈവത്തിൻ്റെ പുത്രനെ ശാരീരികമായി തളർത്തുവാൻ, അവസാനിപ്പിക്കുവാൻ ലോകം ആഗ്രഹിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ 3 പരീക്ഷണങ്ങളും കടന്നു വരുന്നുണ്ട്. ആത്മീയമായ പീഡ കടന്നു വരുന്നുണ്ട്, മാനസികമായ പീഡ കടന്നു വരുന്നുണ്ട്, ശാരീരികമായ പീഡ കടന്നു വരുന്നുണ്ട്. പക്ഷേ അവസാനമായി വരുന്ന ശാരീരികമായ പീഡനത്തിലും യേശു വിജയിച്ചു. അതാണ് ഈസ്റ്റർ. യേശു ഉയർത്തെഴുന്നേറ്റു. മരണമേ, നിന്റെ വിജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ലോകത്തെ സാത്താന് കൊടുക്കാവുന്ന, മനുഷ്യന് സാത്താന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പീഡനം, മരണം, അത് ദൈവത്തിൻ്റെ പുത്രനായപ്പോൾ ഇച്ചിരി കൂടി ക്രൂശിലെ മരണമായി, നീചമായ മരണമായി. അവിടെയും ദൈവത്തിൻ്റെ പുത്രൻ കാൽവറിയിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമുക്ക് തരുന്ന ഈ ദൈവജനം തരുന്ന ചിന്ത ആത്മീയമായി നമ്മളെ ബലപ്പെട്ടാൽ മാനസികമായി തളരാത്തവരാകും, ശാരീരികമായി ഉയർത്തെഴുന്നേൽക്കുന്നവരായിത്തീരും. നമ്മൾ നിത്യജീവനിലേക്ക് എത്തുവാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ജീവിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമൊക്കെയാണ്. അതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഈസ്റ്റർ ദിനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് ഒരു സഹായകനെ വാഗ്ദാനമായി നൽകിയതിന് ശേഷമാണ് ദൈവം സ്വർഗത്തിലേക്ക് കടന്നുപോയത്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വചനം
നമ്മളെ ജീവിപ്പിക്കുവാൻ, കൂടുതൽ പ്രബോധരാക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ദൈവനാമത്തിൽ വിടവാ. സ്തോത്രം.